അൻവറിൻ്റേത് അടഞ്ഞ അധ്യായമാണെന്ന് PK കുഞ്ഞാലിക്കുട്ടി തന്നെ പറഞ്ഞതാണ്. സ്ഥാനാർത്ഥിത്വം പിൻവലിച്ചു ആര്യാടൻ ഷൗക്കത്തിനെ പിന്തുണച്ചാൽ അൻവറിന്റെ കാര്യം പുനരാലോചിക്കാമെന്നും അടൂർ പ്രകാശ് വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ ഒരു ചെറിയ സാധ്യത അവിടെ ഉണ്ട്. ഇത് ഒരു അടഞ്ഞ അധ്യായമായി ഞാൻ പറയുന്നതിന് മുമ്പ്, ഞാൻ പറയുന്നത് ഇപ്പോഴല്ലേ, ഇന്നലെ ചോദിച്ചപ്പോഴും ഞാൻ പറഞ്ഞു, ഒരു അല്പം ഗ്യാപ്പ് ഇട്ടാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളത് ഓർക്കുന്നുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, ഇന്നത്തെ ഒരു നിലപാട് വെച്ചുകൊണ്ട് ഇത് അടഞ്ഞ അധ്യായമായി മാറിയിരിക്കുന്നു. കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള ആളുകളുമായി ഞങ്ങൾ ആശയവിനിമയം നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം നടക്കുന്നതാണ്. ഇത് അടഞ്ഞ അധ്യായമാകുമോ എന്നതിനെക്കുറിച്ച് ചോദിച്ചപ്പോഴും ഞാൻ അന്നും ഞാൻ പറഞ്ഞു, വരട്ടെ, സമയമുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. അത് എൻ്റെ ഒരു നിലപാടാണ്. ആ നിലപാട് ഞാൻ തിരുത്തിയിരിക്കുന്നു. അദ്ദേഹത്തിന് UDF-മായി സഹകരിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം സ്ഥാനാർത്ഥിത്വം പിൻവലിച്ച് വരട്ടെ, അന്നേരം നമുക്ക് ആലോചിക്കാം. അല്ല, അതേക്കുറിച്ച്, ആ സാധ്യതകളെ കുറിച്ച് ഇപ്പോൾ നിങ്ങളുമായി പ്രതികരിക്കാൻ തയ്യാറല്ല. ഞങ്ങളുടെ UDF-ൻ്റെ നേതാക്കന്മാർ, മുതിർന്ന നേതാക്കന്മാരുമുണ്ട്. അവരുമായൊക്കെ ആശയവിനിമയം നടത്തിയതിന് ശേഷം മാത്രമേ അത്തരം കാര്യങ്ങൾക്ക് മറുപടി പറയാൻ പറ്റുള്ളൂ. അടൂർ പ്രകാശ് പറയുന്നത് ഇതാണ്: ഒന്ന്, ആര്യാടൻ ഷൗക്കത്തിനെ PV അൻവർ പിന്തുണയ്ക്കണം. 2, സ്ഥാനാർത്ഥിത്വം അതിൽ നിന്ന് പിന്മാറണം. അത് കഴിഞ്ഞ് നമുക്ക് ആലോചിക്കാം, വേണമെങ്കിൽ ആലോചിക്കാം എന്നുള്ളതാണ്. ഇതിനൊക്കെ PV അൻവർ തയ്യാറാകുമോ എന്ന് സംശയമാണ്. അല്ല, പക്ഷെ PV അൻവറിന്റെ കാര്യമായതുകൊണ്ട് എന്തും ഏത് നിലയിലും കാര്യങ്ങൾ മുന്നോട്ട് പോകാം. അപ്പോൾ നമ്മൾ പലതും പ്രതീക്ഷിക്കണം. ഇനിയും നിലമ്പൂരിൽ